എല്ലാവർക്കും നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മോണരോഗത്തെ അകറ്റി നിർത്താൻ സഹായിക്കുന്ന സീൽക്കാരി പ്രാണായാമം പരിശീലിക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ചെയ്യുന്നതിനായിട്ട് ഒരു കസേരയിൽ നട്ടെല്ല് നിവർന്നിരുന്നതിന് ശേഷം ഇരു കൈപ്പത്തികളും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തി വയ്ക്കുകയോ അല്ലെങ്കിൽ ചൂണ്ടുവിരലും തള്ളവിരലും പരസ്പരം ചേർത്ത് പിടിക്കുകയോ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിനെ ചിന്മുദ്ര എന്നാണ് പറയുന്നത്. ഇനി നാവ് വളച്ച് മുകളിൽ മുട്ടിച്ചു വെച്ചതിന് ശേഷം വായ തുറന്ന് ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയും വായ അടച്ചു പിടിച്ചതിന് ശേഷം മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ്. ശ്വാസം മുഴുവനായി പുറത്തു പോയി കഴിയുമ്പോൾ വീണ്ടും വായ തുറന്ന് ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയും വായ അടച്ചു പിടിച്ചതിന് ശേഷം മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും വളരെ സാവധാനം ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ 7-8 തവണ പരിശീലിക്കാം. ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും പ്രാണായാമം പരിശീലിക്കുന്നത് ഒന്ന് വീതം കൂട്ടി കൊണ്ടുവരാവുന്നതാണ്. അങ്ങനെ കുറഞ്ഞത് 15 തവണയെങ്കിലും പരിശീലിക്കുന്നതിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക. ഇനി സീൽക്കാരി പ്രാണായാമം തറയിലിരുന്ന് പരിശീലിക്കുന്നത് കൂടി നമുക്കൊന്ന് കാണാം. തറയിൽ ഒരു പായയോ മാറ്റോ വിരിച്ചതിന് ശേഷം നട്ടെല്ല് നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ തിരഞ്ഞെടുക്കുകയും ഇരു കൈപ്പത്തികളും കമഴ്ത്തിയോ അല്ലെങ്കിൽ ചിന്മുദ്രയിൽ കൊണ്ടുവന്ന് വെക്കുകയോ ചെയ്യുക. അതിനുശേഷം നാവ് മുകളിലേക്ക് വളച്ചു പിടിക്കുകയും വായ തുറന്ന് ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക. ശ്വാസം മുഴുവനായി എടുത്തു കഴിയുമ്പോൾ വായ അടച്ചു പിടിച്ച് മൂക്കിന്റെ ഇരുദ്വാരത്തിലൂടെയും ശ്വാസത്തെ പുറത്തേക്ക് വിടാവുന്നതാണ്. അതിനുശേഷം വീണ്ടും വായ തുറന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും വായ അടച്ചു പിടിച്ചതിന് ശേഷം മൂക്കിന്റെ ഇരുദ്വാരത്തിലൂടെയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ 7-8 തവണ പരിശീലിക്കാം. മോണയ്ക്കുണ്ടാവുന്ന ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഒരു പരിധി വരെ പരിഹാരം കാണാൻ ഈ പ്രാണായാമം പരിശീലിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സോട് കൂടി വാർദ്ധക്യത്തിലേക്ക് കടന്ന വ്യക്തികൾക്ക് ലളിതമായി പരിശീലിക്കാവുന്ന യോഗാസനങ്ങളും പ്രാണായാമങ്ങളും അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.